തൊട്ടടുത്ത തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും CPM-ഉം CPI ഒറ്റ മുന്നണിയല്ലേ? അല്ലേന്നാ ചോദിക്കുന്നത് ആണല്ലോ. ബംഗാളിൽ കോൺഗ്രസും CPM-ഉം CPI കൂടെ ഐക്യമുന്നണിയായിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ. 300 സീറ്റിൽ നമുക്കൊന്നും കിട്ടിയില്ല, കോൺഗ്രസിൽ 2. ഇപ്പോഴും ഐക്യമുന്നണിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ഘടകകക്ഷികളല്ലേ, കോൺഗ്രസ് അല്ലേ നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെ കണ്ട് SFI പ്രവർത്തിച്ച് എന്നിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കുക ചെയ്ത അനിയനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഭരണമുണ്ടായി, കൂടെ ഉണ്ടായിരുന്നു. അവസാനം കേസ് നടത്തി, കേസ് തോറ്റു. കാരണം ജഡ്ജി പറഞ്ഞു പോലീസാണ് ഒന്നാം പ്രതി, ഈ കേസ് നശിപ്പിച്ചോളാം. ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ആരും സഹായിക്കാനില്ല, പൈസ ഉണ്ട്. അപ്പീലൊന്നും പോയില്ല. ഗവൺമെന്റ് ഇടതുപക്ഷം ഭരിക്കുന്ന കാല ആഭ്യന്തരമന്ത്രി T.K. രാമകൃഷ്ണൻ, അപ്പീലൊന്നും പോയില്ല. പക്ഷേ കേസ് എത്ര മോശം വാദിക്കാൻ BSNോട് പറഞ്ഞിട്ട് MM ചെറിയാനെ പോയി കണ്ടത്. അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹത്തിന്റെ മകൻ ഹൈക്കോടതി അശോകൻ. അദ്ദേഹം അവിടുന്ന് ഹൈക്കോടതിയുടെ പെറ്റീഷൻ കൊടുത്ത് SNDPയുടെ താലൂക്ക് പ്രസിഡന്റും വക്കീലുമായി കൃഷ്ണൻ സാറിന് നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അദ്ദേഹം ആർപ്പാടത്തോട് വാദിച്ചു. പൈസ ഒന്നും വാങ്ങിയില്ല. പക്ഷെ കേസ് നശിപ്പിച്ചു. ഇതാണ് ഭുവനേശ്വറിന്റെ ചരിത്രം. ആർക്കറിയാം? ഭുവനേശ്വറിന്റെ പേര് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് പൈസ പിരിച്ചിട്ട്. കായംകുളം കോപ്പറേറ്റീവ് ബാങ്കിലാണ് പണം വിട്ടിരുന്നത്. ഇക്കണോമിക്സിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ മാർക്ക് BAക്ക് കിട്ടുന്നവരാണ്. അത് കൊടുത്തോണ്ട് ഇപ്പം SFIക്കാരത് മറന്നുപോയി, അത് കൊടുക്കുന്നില്ല. പൈസ കിടപ്പുണ്ട്, അവർ മറന്നുപോയി, അവർക്ക് ഓർമ്മയില്ല. ഇപ്പോഴത്തെ SFIക്കാർ ഒരു SFI നേതാവ് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പന്തളത്തൊരു പട്ടി ചത്താൽ രക്തസാക്ഷിയാകുമോ എന്ന് കൂട്ടുകാരുമായിട്ടിരുന്ന് പാടിയിട്ടുണ്ട്. പാടുന്ന നല്ല കണ്ടീഷനിലല്ല. പന്തളത്തൊരു പട്ടി ചത്താൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഭുവനേശ്വറിന്റെ പേര് സംസാരം. അത് നിർത്തുന്ന നല്ലത്, അതൊക്കെ നിർത്തുന്ന നല്ലത്. ഭുവനേശ്വറിന് രക്തസാക്ഷിയാണ് അഭിമാനമുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പാരമ്പര്യമാണ്. എന്റെ പിന്നാലെയാണ് അവൻ വന്നത്. കത്തയക്കുമായിരുന്നു, മാനിഫെസ്റ്റോ അയച്ചു തരണം, മറ്റേത് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. കത്തയക്കുമായിരുന്നു കാർഡ്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി. പുതുക്കിയില്ല, പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയിക്കുക. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. ഇതാണ് എനിക്ക് പറയാൻ. അല്പം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പോയിന്റ് പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ അറിയില്ല, അതൊന്നും അറിയില്ല. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെയും സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം എന്നെ ഒന്നും ഇരിക്കുന്നില്ല. എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അല്ല, പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ വന്ന് എനിക്ക് അതൊന്നും വന്നില്ലല്ലോ. ഞങ്ങളുടെ എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല. അല്ല, വിജയ്ക്ക് വന്ന പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്, അത്രയല്ലേ പറയാൻ പറ്റും. അല്ല, അതാണ് ഇപ്പൊ പറയാനൊക്കില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പലതരം പിന്തുണയുണ്ടല്ലോ. എനിക്കറിയില്ല, എന്നോട് ആരും സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. പറഞ്ഞു, ഒരെങ്കിലും വേണ്ടി ഞാൻ വെച്ചിട്ടില്ല ആരുമായിട്ട്. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ, വോട്ട് പിടിച്ച് ജയിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അങ്ങയുടെ പഴയ ഒരു
വീഡിയോ സംഭാഷണം, അതായത് ഒരാൾക്ക് VS ന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നതാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം അതാണ് ചോദ്യം. അത് ബാക്കിയുള്ളവരുടെ സന്യസിക്കാരാണ് മത്സരിക്കുന്നത്, അധികാരത്തിലല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാണ്. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോകണോ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ അതെ VS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനെന്തോ പറഞ്ഞെന്നല്ലേ നിങ്ങൾ? ഞാൻ ആ വീഡിയോ കണ്ടില്ല, കാണാത്ത വീഡിയോ പറ്റി ഞാനങ്ങനെ പറയാം. കൃത്രിമ വീഡിയോ ആയിക്കൂടെ? ഇല്ല. ഇപ്പോൾ ഈ പഴയതൊക്കെ എന്തിനാ പൊക്കി എടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ എന്നോട്. നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ. ഞാൻ മത്സരിക്കുന്നതിന് പേടിക്കേണ്ട കാര്യം. ഞാൻ കേട്ടോ, വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ ഇല്ല, ഒന്നുമില്ല. ചുവര് പോലും ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിന് വിപരീതമായി ചുവര് എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും G. സുധാകരനെ വിജയിപ്പിക്കാൻ എഴുതുകയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അതിനില്ല. ഇങ്ങനെയുള്ള അതെ. മത്സരിക്കാൻ ഇവരാരും അവരുടെ സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് എഴുതി തന്നിട്ടുമില്ല. അതാ പറഞ്ഞു. ഞാൻ ഇതുവരെ മത്സരിച്ച എന്താ ആശയമായിരുന്നു അത് തന്നെ. ഇത്രയും കാലം ഞാൻ എങ്ങനെ മത്സരിച്ചു അങ്ങനെ തന്നെ. പിന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റി ഞാൻ സംസാരിക്കും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, അത് വളരാൻ പാടില്ല. ഒന്നും അറിയില്ല. സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അതെ, ഞാന് ഒന്ന് അഴിമതിക്കെതിരെ, എല്ലാത്തരം അഴിമതിക്കെതിരെയും